വിദ്യാഭ്യാസ മേഖലയിൽ വലിയ പുരോഗതിയാണ് സർക്കാർ നടപ്പാക്കിയിട്ടുള്ളതെന്ന് ക്ഷീരവികസന വകുപ്പ് മന്ത്രി വിജയ് ചിഞ്ചുറാണി. കേരള പ്രൈവറ്റ് സെക്കൻഡറി സ്കൂൾ ഹെഡ് മാസ്റ്റേഴ്സ് അസോസിയേഷന്റെ 66ാമത് സംസ്ഥാന സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. വിദ്യാഭ്യാസത്തിൽ ഉയർന്ന നിലവാരം പുലർത്തുന്ന കേരളത്തിന്റെ മാതൃക മറ്റ് സംസ്ഥാനങ്ങളും പിന്തുടരുകയാണെന്ന് മന്ത്രി പറഞ്ഞു. ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ഹൈടെക് രീതിയിലാണ് സംസ്ഥാനത്തെ സ്കൂൾ പ്രവർത്തിക്കുന്നത്. സ്മാർട്ട് ക്ലാസ് റൂമുകൾ ഉൾപ്പെടെ മെച്ചപ്പെട്ട സംവിധാനങ്ങളാണ് സ്കൂളുകളിൽ സജ്ജീകരിച്ചിരിക്കുന്നതെന്നും ചിഞ്ചുറാണി കൂട്ടിച്ചേർത്തു. പക്ഷേ കേരളം പോലെയുള്ള ഒരു സംസ്ഥാനം നാം എടുത്ത് പരിശോധിച്ചാൽ ഏത് മുക്കിനും മൂലയിലും നമുക്കൊരു സ്കൂള് നമുക്ക് കാണാൻ പറ്റും. അത് എയ്ഡഡ് മേഖലയായാലും അത് അൺഎയ്ഡഡ് മേഖലയായാലും അത് ഗവൺമെൻറ് സ്കൂളുകളാണെങ്കിലും നമുക്കത് ഒരു നിറ സാന്നിധ്യം പോലെ നമുക്ക് കാണുവാൻ സാധിക്കും. ഒരു പഞ്ചായത്ത് തന്നെ എടുത്ത് പരിശോധിച്ചാൽ ഒന്നിലധികം ഹൈസ്കൂളുകൾ പോലും നിലനിൽക്കുന്ന പഞ്ചായത്തുകൾ നമ്മുടെ ഈ കൊല്ലം ജില്ലയിലും നമ്മുടെ സംസ്ഥാനത്തുമുണ്ട് എന്നുള്ളതാണ്. LP സ്കൂളുകളും UP സ്കൂളുകളും അതോടൊപ്പം തന്നെ ഹൈസ്കൂളും ഹയർ സെക്കൻഡറികളും ഒക്കെ തന്നെ വിദ്യാഭ്യാസ നിലവാരത്തിൽ വളരെ ഉയർന്ന നിലവാരത്തിലേക്ക് നമ്മുടെ ഓരോ സ്കൂളുകളും എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. കുടിശ്ശികയുള്ള ക്ഷാമബത്ത അനുവദിക്കുക, ഉച്ചഭക്ഷണ നടത്തിപ്പ് ചുമതലയിൽ നിന്ന് പ്രഥമാധ്യാപകരെ പൂർണ്ണമായും ഒഴിവാക്കുക, പ്രഥമാധ്യാപകർക്ക് അധിക ഗ്രേഡ് അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ സമ്മേളനത്തിൽ ചർച്ച ചെയ്തു. പ്രൈവറ്റ് സെക്കൻഡറി സ്കൂൾ ഹെഡ് മാസ്റ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ജോൺ വർഗീസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ എല്ലാ ജില്ലകളിൽ നിന്നുമുള്ള 500ഓളം പ്രതിനിധികൾ പങ്കെടുത്തു. കേരള വിഷൻ ന്യൂസ്, കൊല്ലം.